ഹായ് കൂട്ടുകാരെ, കുറേ നാളായി വീഡിയോ ഇടാത്തത് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അപ്പം ഇത് ഞാൻ മുന്നേ പയ്യന്നൂർ അമ്പലത്തിൽ പോയ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ രാത്രിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഉത്സവം തുടങ്ങി ഒരാഴ്ച ശേഷം നമ്മൾ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നത്. 15 ദിവസമാണ് പയ്യന്നൂർ അമ്പലത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാകുന്നത്. അപ്പം എല്ലാ വർഷവും പോവാറുണ്ട്. എപ്പോഴും രാത്രി ഏറ്റവും ലാസ്റ്റ്, അതായത് ഉത്സവത്തിന് കഴിയുന്നതിനൊരു 2 ദിവസം 3 ദിവസം മുന്നേ പോകുന്നത്. ഇപ്രാവശ്യം കുറച്ചും കൂടി നേരത്തെ പോയതായിരുന്നു. എന്നാലും യാതൊരു തിരക്കിന് യാതൊരു കുറവുമില്ല. നന്നായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അതുപോലെ കച്ചവടവും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ നല്ല സമയത്തായിരുന്നു എത്തിയത്. ശിവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിയാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം അച്ഛനും അമ്മയും ഞാനും ശിവോട്ടനും കുഞ്ഞും കൂടിയാണ് വന്നിട്ടുണ്ടായത്. അപ്പം നന്നായിട്ടുള്ള ആൾക്കാർ, അതായത് കച്ചവട സ്ഥലത്താണെങ്കിലും പുറത്താണെങ്കിലും അമ്പലത്തിനുള്ളിലാണെങ്കിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചുറ്റി തൊഴുത് നൃത്തം കണ്ട് കുറച്ച് സമയം നൃത്തം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല, സാധാരണ കച്ചവടം ഉണ്ടാകുന്നതിനേക്കാളും കുറച്ച് കുറവാണോ എന്നൊരു സംശയം. എന്ന് വെച്ചാൽ പിന്നെ സ്ഥലത്തിൻ്റെ ഇത് കൊണ്ടല്ല, കുറച്ച്, അതായത് ഇപ്പം കമ്മലിൻ്റെ സെക്ഷനാണെങ്കിൽ വലിയൊരു സെക്ഷൻ, അതുപോലെ ഒരു സെലക്റ്റീവായിട്ട് എടുക്കാനില്ല എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വാങ്ങിച്ച് തന്നെ കുറച്ച് കുറവായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഒന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയാൽ, അതുപോലെ നമ്മളെ ചീമേനി മുണ്ടയിൽ പോയാൽ, അതുപോലെ നമ്മൾ തൃച്ചംബരത്ത് ഉത്സവത്തിന് പോയാൽ, ഇങ്ങനെയൊക്കെ പോയാലാണ് ഞാൻ പരമാവധി നമ്മളെ അടുക്കളയിലേക്ക് വേണ്ട പാത്രം, അതുപോലെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ മേടിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ്. പക്ഷെ അതൊരു രസമാണ് അല്ലേ, അത് വാങ്ങിച്ചവർക്ക് മനസ്സിലാവുന്നുണ്ടാകും. കാരണം ഇതുപോലെ ചന്തയിലൊക്കെ നിരങ്ങി പാത്രങ്ങളും പിന്നെ കുറേ ഫുഡ് ഐറ്റംസും കഴിക്കുന്നതും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ബജ്ജി എന്തെങ്കിലും കഴിക്കാറുണ്ട്. ഭയങ്കര പൊടി, അതാണ്. എന്നുവെച്ചാൽ ഈ ആളും തിരക്കൊക്കെ ആകുമ്പം ഭയങ്കര പൊടിയും, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് വരികയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഭക്ഷണം രാത്രിക്കാനായിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നില്ല ആ ഒരു പ്ലാനിലായിരുന്നു. ആദ്യം നമ്മൾ സ്റ്റീക്ക് ഹൗസിലേക്കാണ് പോയിട്ടുണ്ടായത്. അവിടെയാണെങ്കിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതുപോലെ ചന്തേൻ്റെ സാധനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അതായത് നമ്മൾ പഴയ ഐറ്റംസ്, അതുപോലെ ദച്ചുവിന് ഞാൻ മെയിനായിട്ടെന്ന് വെച്ചാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കട്ടർ, റബ്ബർ, പെൻസിൽ, അങ്ങനത്തെ ഇല്ലേ, അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം ഇപ്പോൾ ആവശ്യം, അതുകൊണ്ട് അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 100 രൂപക്ക് ഒരു 5 ചെടിച്ചട്ടി പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കും ഒരാഗ്രഹം ചെടിച്ചട്ടി വേണമെന്ന്, എൻ്റെ അമ്മക്കും മേടിച്ചു കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് സ്റ്റീക്ക് ഹൗസിൽ തന്നെ തിരക്കായതുകൊണ്ട് നമ്മൾ KC റെസ്റ്റോറൻറ്റ്, നമ്മളെ സ്വന്തം തറവാട് എന്നെല്ലാം പറയുന്ന പോലെ, എവിടെ പോയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് എത്തും. എന്നിട്ട് അവിടുന്ന് ദച്ചുവിന് നൂഡിൽസും നമ്മൾ മന്തി ഓർഡർ ചെയ്തു. അമ്മ ഇതുപോലത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അമ്മക്ക് പഴംപൊരിയും പറഞ്ഞു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.